ഇന്നത്തെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അള്ളയാരാ. എടാ, ജീവിതത്തിൽ പലതും വരും, പല പരീക്ഷണവും വരും, പല പ്രയാസവും വരും, ചിലപ്പോ രോഗം വരും, ദുഃഖം വരും, മരണം വരും, പ്രതിസന്ധി വരും, തോൽവി വരും, സാമ്പത്തിക നഷ്ടം വരും, മാനസിക നഷ്ടം വരും, ജീവിതത്തിൽ പലതും വരും. നീ പിടിച്ചിക്ക്. നീ എന്തിനാ പതറണെന്തിനാ? നീ എന്തിനാ പേടിക്കുന്നെന്തിനാ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താ പറയണത്? ഉസ്താദെ, അള്ളാഹിക്ക് എന്തോ നമ്മളോട് വൈരാഗ്യം. അതല്ലേ അല്ല എനിക്ക് വീട് തരാത്തെ, എനിക്ക് മക്കളെ തരാത്തെ, എന്റെ രോഗം മാറ്റാത്തെ, ഏത് കച്ചവടം ചെയ്താലും ഞാൻ നേരെയാകാത്തെ, അള്ളാഹിക്ക് എന്തോ വൈരാഗ്യം. ഇല്ല ചങ്ങാതി, അള്ളാഹിക്ക് വൈരാഗ്യം ഉള്ളത് കൊണ്ടല്ല അള്ളാഹ് നിനക്ക് ക്യാൻസർ തന്നത്, അള്ളാഹു ട്യൂമർ തന്നത്, നിനക്ക് കിഡ്നി രോഗം തന്നത്, നിന്നെ കിടന്ന കിടപ്പിൽ കിടത്തിയത് അള്ളാഹിക്ക് നിന്നോട് വൈരാഗ്യം ഉള്ളത് കൊണ്ടല്ല, ഇഷ്ടം കൂടിയത് കൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹ് അങ്ങനെ, അള്ളാഹിക്ക് ഇഷ്ടം കൂടിയ പടച്ചം കെട്ടിപ്പിടിക്കും. അത് അള്ളാഹു അങ്ങനെ വല്ലാതെ വേദനകൾ തരും. റസൂൽ അതാ പറഞ്ഞു, ഇന്ന അശദ്ദന്നാസി ബലാഗ അൽ അംബിയ. അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിപ്പിച്ചത് പ്രവാചകന്മാരെയാ. അല്ലാതെ കാറൂനിനെയും ഫിറൌനിനെയും നമ്രൂദിനെയും, ഓനൊക്കെ കോടീശ്വരന്മാരായിരുന്നല്ലോ. ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആർക്കാ? പ്രവാചകന്മാർക്കാ. ആ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ അള്ളാഹു വേദനിപ്പിച്ചത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് നബിതങ്ങളെയാ. എന്താ? ഇഷ്ടം കൂടിയതുകൊണ്ട്. അങ്ങനെ നബിതങ്ങളോട് വല്ലാത്ത സ്നേഹമുള്ളത് കൊണ്ടാ അള്ളാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്.